ബംഗ്ലാദേശിൽ മതതീവ്രവാദികളുമായി അടുക്കാൻ അമേരിക്ക. വരുന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് അമേരിക്കയുടെ പിന്തുണ. നിലവിലെ സാഹചര്യത്തിൽ മതതീവ്രവാദികളായ ജമാഅത്തെ ഇസ്ലാമി ജയിക്കാൻ സാധ്യതയെന്നാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ശരിയത്ത് നിയമം നടപ്പാക്കിയാൽ തീരുവ ചുമത്തുമെന്നും അമേരിക്കയുടെ മുന്നറിയിപ്പുണ്ട്. ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തതിലും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിലും ജമാഅത്ത് നേതാക്കൾ നേരത്തെ തൂക്കിലേറ്റപ്പെട്ടിരുന്നു. വിവരങ്ങൾ എസ് ശ്രീകാന്താണ് നൽകുന്നത്. ശ്രീകാന്ത്, ഈ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾക്ക് പിന്നിൽ എന്ന യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അമേരിക്ക പിന്തുണ നൽകുന്നുവെന്ന് പറയുമ്പോൾ വരുന്ന മാസം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അവിടെ വിജയിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി എങ്കിൽ പിന്നീട് ആ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി പ്രവചിക്കുക തന്നെ അസാധ്യമാണ്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിലൊക്കെ നടക്കുന്നത് ബംഗ്ലാദേശിലും നാളെ നടക്കുമെന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഈ അമേരിക്ക ഇങ്ങനെയൊരു ഭീകര സംഘടനയ്ക്ക് പിന്തുണ നൽകുന്നതിൻ്റെ അടിസ്ഥാനം എന്താണ്? ഗൗതം, ഷെയ്ഖ് ഹസീന സർക്കാരിനെ അവിടെ നിന്നും തൂത്തെറിയുന്നതിന് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്, അമേരിക്കൻ ഭരണകൂടത്തിന് കഴിഞ്ഞു. അതിനുശേഷം അവർ മുഹമ്മദ് യൂനിസിന്റെ ഒരു പപ്പറ്റ് ഗവൺമെന്റിനെ അവിടെ കൊണ്ടുവയ്ക്കുകയും ചെയ്തു. പക്ഷേ മുഹമ്മദ് യൂനിസിന് അടിത്തറയില്ല എന്നും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള കരുത്തില്ല എന്നും അമേരിക്കയ്ക്കും ഏതാണ്ട് മനസ്സിലായിരിക്കുന്നു. അവിടെ ഈ അവസരം മുതലെടുത്ത് വളർന്നത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള കൊടും ഭീകര സംഘടനയാണ്. അവരിതാ ഇപ്പോൾ അവിടെ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടും എന്നുള്ളതാണ് അമേരിക്കയുടെ വിലയിരുത്തൽ. തുടർന്ന് അവരുമായി അടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അമേരിക്ക. വരുന്ന തെരഞ്ഞെടുപ്പിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് പിന്തുണ നൽകുന്ന രീതിയിലാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ നിലപാട്. നിലവിലെ സാഹചര്യത്തിൽ മതതീവ്രവാദികളായ ജമാഅത്തെ ഇസ്ലാമി ജയിക്കാനാണ് സാധ്യതയെന്ന് അമേരിക്ക വിലയിരുത്തുന്നു. പഴയതിലും മികച്ച രീതിയിൽ ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തിക്കുമെന്നും അവരുമായി സൗഹൃദം സൂക്ഷിക്കാൻ തയ്യാറെന്നും ബംഗ്ലാദേശിലെ അമേരിക്കൻ നയതന്ത്ര പ്രതിനിധി ഇപ്പോൾ അഭിപ്രായപ്പെട്ടതാണ് വലിയ വാർത്തയായിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ശരിയത്ത് നിയമം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടായാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് 100% തീരുവ അവർക്കെതിരെ ചുമത്തും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ പട്ടിണിക്കോലമായ ബംഗ്ലാദേശിൽ 100% തീരുവ ചുമത്തിയതുകൊണ്ട് അവിടെ നിന്നും കയറ്റുമതിയാകെ ചണവും അങ്ങനെയുള്ള ചില ഉൽപ്പന്നങ്ങളുമൊക്കെയാണ്. ഈ തീരുവ ചുമത്തിയതുകൊണ്ട് ബംഗ്ലാദേശിന് എന്താകാൻ എന്നൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ട്. അപ്പോഴും ബംഗ്ലാദേശിന് 100% തീരുവ ചുമത്തുമെന്നാണ് അമേരിക്ക പറയുന്നത്. ബംഗ്ലാദേശിൽ നിരവധി തവണ നിരോധിക്കപ്പെട്ട സംഘടനയാണ് ഈ ജമാഅത്തെ ഇസ്ലാമി. ഹിന്ദു കൂട്ടക്കൊലകൾക്കും സ്ത്രീകളെ ബലാത്സംഗം ചെയ്തതിനും ഈ ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ നേരത്തെ തൂക്കിലേറ്റപ്പെട്ട ചരിത്രവുമുണ്ട്. ഈ കൊടും ഭീകര സംഘടന അവിടെ അധികാരത്തിൽ വന്നാൽ ഗൗതം പറഞ്ഞതുപോലെ അഫ്ഗാനിസ്ഥാനിലും പാകിസ്ഥാനിലും ഒക്കെ ഇപ്പോൾ നടക്കുന്നതിന്റെ 100 ഇരട്ടി അവിടെ നടക്കും. അവിടുത്തെ ഹിന്ദുക്കൾ കൂട്ടപ്പലായനം ചെയ്യേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. ഓക്കെ, ഏതായാലും വളരെ ഞെട്ടിപ്പിക്കുന്നതായ ഒരു റിപ്പോർട്ടാണ്. ഇസ്ലാമിക ഭീകര സംഘടനയായ ജമാഅത്തെ ഇസ്ലാമിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ അമേരിക്കയുടെ പിന്തുണയാണ്. അങ്ങനെയെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി ബംഗ്ലാദേശിൽ അധികാരത്തിലെത്തുകയാണെങ്കിൽ നേരത്തെ ശ്രീകാന്ത് സൂചിപ്പിച്ചതുപോലെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. തീരുവ ചുമത്തുന്നത് കൊണ്ടൊന്നും ആ ഭീകരതയെ അവസാനിപ്പിക്കാൻ അമേരിക്കയ്ക്ക് സാധ്യമാകുകയില്ല. ബംഗ്ലാദേശിൻ്റെ സാഹചര്യം അഫ്ഗാനിന് സമാനമായി അല്ലെങ്കിൽ നൈജീരിയയൊക്കെ പോലെ ബൊക്കോ ഹറാമിനൊക്കെ സ്വാധീനമുള്ള രാജ്യങ്ങളിലേതുപോലെ മാറും എന്ന യാഥാർത്ഥ്യം നമ്മൾ ഈ ഘട്ടത്തിൽ മനസ്സിലാക്കണം.